أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം നമുക്കിങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറയാൻ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇങ്ങനെ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഓരോ ഇൽമിൻ്റെ സദസ്സുകളും നമുക്ക് ഒരുപാട് അറിവുകൾ നേടിത്തരുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, ദിവസേന നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും പ്രാർത്ഥന ഉണ്ടാകണം. കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടിരിക്കുക. കാരണം ശരിക്കും ഒരു ഇൽമിൻ്റെ ഒരു സദസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന, മലക്കുകളുടെ പ്രാർത്ഥന മാത്രമല്ല അല്ലെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല ചരാചരങ്ങളും പ്രാർത്ഥിക്കുന്ന അല്ലെ, പ്രാർത്ഥന ലഭിക്കുന്ന എന്താ പറയുക, സകല ജീവജാലങ്ങളും, മലക്കുകൾ, മൃഗങ്ങൾ, പിന്നെ പ്രാണികൾ, പാറ്റകൾ അല്ലെ, ആകാശങ്ങൾ, ഭൂമിയിലുള്ള സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ പോലും പ്രാർത്ഥന ലഭിക്കുന്ന ഒരു കാര്യമാണെന്ത്, ഇങ്ങനൊരു ഇൽമ് പഠിക്കാൻ, ഇൽമിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് അൽഹംദുലില്ലാഹ് അത്രയും വലിയ മഹത്വം അല്ലേ. ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്ന ഇൽമിൻ്റെ മജ്‌ലിസിൽ പിന്നെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത്. ആ സദസ്സിൽ ഇരിക്കുന്ന ഒരാളും ഒരു തരത്തിലും പിന്നെ ഖേദിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. ഒരാൾക്കും ഇൽമിൻ്റെ സദസ്സുകളിൽ ഇരിക്കുന്ന ഒരാൾക്കും ഒരു ഖേദത്തിന് ഇടവരൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ, അള്ളാഹു ഏറ്റെടുത്തൊരു കാര്യം. അള്ളാഹ് പറഞ്ഞില്ലേ, മലക്കുകളോട് പറഞ്ഞില്ലേ അല്ലേ, ഞാൻ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അവർ ചോദിക്കുന്നതൊക്കെ ഞാൻ കൊടുക്കാം, അവരെന്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ നൽകാം, എല്ലാം റഹ്മാനായ റബ്ബ് ഇത് ഏറ്റെടുത്ത കാര്യമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇൽമിൻ്റെ മജ്‌ലിസിൽ അള്ളാഹു നമ്മളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ റബ്ബ് ഏറ്റെടുത്ത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഏറ്റെടുത്ത ഈ ഒരു കാര്യത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. മരണം വരെ നമുക്ക് ഇൽമ അന്വേഷിക്കുന്ന, ഇൽമ പഠിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം അല്ലേ. ഒന്നെങ്കിൽ നീ അധ്യാപകനാവുക, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക, അതല്ലെങ്കിൽ ഒരു ശ്രോതാവെങ്കിലും ആവണം എന്നാ പറഞ്ഞ. നാലാമതൊരാളാകാൻ പാടില്ല. എന്താന്ന് അല്ലേ, അതായത് ഇതിലൊന്നും പെടാത്ത ഒരാളായിട്ട് നമ്മൾ ഉണ്ടാകാനേ പാടില്ല. ശരിക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. കാരണം ഒന്നുകിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ ഒരു കേൾവിക്കാരനെങ്കിലും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് ആകാലോ അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഈ ഇൽമിൻ്റെ സദസ്സുകളിൽ എല്ലാവരും ക്ഷണിക്കുന്നത്. നിങ്ങൾ ഖുർആൻ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോൾ പലരും പറയില്ലേ, നമുക്ക് പഠിക്കാൻ കഴിയൂല, ചോദ്യം ചോദിക്കുമോ അന്നേരം കിട്ടൂല, അതൊന്നും നമുക്ക് കഴിയൂല. അപ്പം ഞാൻ പറയും, നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, വെറുതെ വന്നിരുന്നാൽ മതി അല്ലേ, അവിടെ ഇരുന്ന് കേട്ടാൽ മതി. അങ്ങനെ എത്രയോ ആൾക്കാർ വന്ന് കേൾക്കാന്നുള്ള ആഗ്രഹത്തോടെ വന്നിട്ട് എത്ര ആവേശത്തോടെ പഠിക്കുന്നുണ്ടെന്നറിയോ. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹു എളുപ്പം നൽകുന്നത്. നമ്മളൊരു കേൾവിക്കാരായാലുണ്ടല്ലോ, നമുക്കിത് കേട്ട് വെറുതെ ഇരിക്കാൻ തോന്നൂല.
ഇപ്പം അല്ലെ എവിടെ ഇൽമുണ്ടോ അവിടേക്കൊക്കെ ഓടിപ്പോവാനും അത് കേൾക്കാനും അത് പഠിക്കാനുമാണ് മത്സരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹിഫ്ലിന്റെ ഗ്രൂപ്പുകൾ എത്രയാന്നല്ലേ. അള്ളാഹ് ആ ഒരു ആവേശം എല്ലാവർക്കും അള്ളാഹ് നിലനിർത്തി തരട്ടെ. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാതെ ബ്രേക്ക് വരാണ്ട്. പല തടസ്സങ്ങളും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരും, പല പ്രതിസന്ധികളും വരും, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ അതൊന്നും നമ്മളെ ഖുർആൻ പഠനത്തെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവും നമുക്ക്. ഇബ്ലീസ് പറഞ്ഞത് എന്താണെന്നറിയോ? ലാ അഖൂദന്നക സിറാത്തക്കൽ മുസ്തഖീം, ലാ അഖൂദന്ന, ഞാൻ ഉറപ്പായിട്ട് ഇരിക്കും. എവിടെ ഇരിക്കും എന്ന് പറഞ്ഞെന്നറിയോ? നേരായ വഴിയിൽ, അതായത് നല്ല ആൾക്കാരുടെ ഇടയിൽ പോയി ഞാൻ ഇരിക്കും, എന്നിട്ട് അവർ വഴിവേൽപ്പിക്കും. അള്ളഹാനോട് പറഞ്ഞതാ. പക്ഷെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരിക്കലും എൻ്റെ സാലിഹീങ്ങളായ എൻ്റെ മുഅ്മിനീങ്ങളെ നിനക്ക് എന്താക്കാൻ കഴിയില്ല, വഴിപേപ്പിക്കാൻ കഴിയൂല. അപ്പൊ നമ്മളെന്താവണം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ നല്ല സാലിഹീങ്ങളായ നല്ല അടിമകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ പൈശാചികതയിൽ പെട്ടുപോകൂല. തീർച്ചയായും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത്? ഈ ഖുർആനുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മളെപ്പോഴും സ്ട്രോങ് ആണ്. നല്ല ഈമാന്, നമുക്ക് നല്ല സ്ട്രോങ് ഈമാന് നമുക്ക് ഉണ്ടാവും എന്നാ പറയുന്നത് ഈ ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖുർആനിൻ്റെ വഴിയിൽ ഒന്നെങ്കിൽ പഠിക്കുന്ന പഠിതാവോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒരാളോ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ശ്രോതാവെങ്കിലും നമുക്കാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം നമ്മൾ പിന്നെ സൂറത്ത് ആല ഇമ്രാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗങ്ങൾ തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം അല്ലേ? ഇൻഷാ അല്ലാഹ്. 87, 88 പറഞ്ഞതല്ലേ അല്ലേ? 89 വരെ അല്ലേ എടുത്തത്? 89 എടുത്തില്ല? 88 വരെ അല്ലേ? ഓക്കെ. അപ്പൊ 87, 88 ഒന്നും കൂടി പറയാം. അത് പറയുമ്പോൾ നമുക്ക് പിന്നെ 86 പറയാതിരിക്കാനും കഴിയില്ല. അപ്പൊ അത് മുതൽ തന്നെ ഒന്ന് ഓടി അർത്ഥം പറഞ്ഞ് അങ്ങനെ പോകാം ഇൻഷാ അല്ലാഹ്. വിശദീകരണം നമുക്ക് പുതിയ എടുക്കുന്ന ആയത്തിന്റെ പറയാം. ഇപ്പൊ ഇത് ആയത്തിന്റെ അർത്ഥം പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ അറിയാം? വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ എങ്ങനെ അള്ളാഹ് നേർവഴിയിലാക്കുക അല്ലേ? വിശ്വസിച്ച് പിന്നെ അവിശ്വാസത്തിലേക്ക് പോയി.
അള്ളാഹുവിൻ്റെ ദൂതൻ അത് സത്യവാനാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അവർക്ക് വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ടും അവിശ്വാസത്തിലേക്ക് പോയ ആളുകളെ എങ്ങനെ അള്ളാഹ് നേർവഴിയിലാക്കാനാ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, അക്രമികളായ ഒരു ജനവിഭാഗത്തെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല. അള്ളാഹു അവൻ്റെ ഹിദായത്ത് നൽകിയതിന് ശേഷം വഴിപിഴവിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹു ഈ ഒരു വിഷയത്തിൽ നമ്മളെപ്പോഴും ദുആവാണ്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ആ ദുആ നമ്മൾ എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവണം അല്ലേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഹിദായത്തിൽ ആക്കിയതിന് ശേഷം ഞങ്ങൾ നീ വഴിപിഴവിലാക്കല്ലേ റബ്ബേ. ആ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം അല്ലേ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹ്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലെ യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ എന്നാണ് നമ്മൾ പഠിച്ചത്. അവൻ്റെ കാരുണ്യം കൊണ്ട് ചിലർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു നൽകുന്നു പറഞ്ഞു. അപ്പോൾ ആ പ്രത്യേകക്കാരിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ഹിദായത്ത് കിട്ടിയിട്ട് വഴിപിഴവിലാവൂല എന്നൊരിക്കലും പറയാൻ പറ്റൂല. നമ്മളൊരിക്കലും അങ്ങനെ വിചാരിക്കാനും പറ്റില്ല. ഞാൻ എന്തായാലും അൽഹംദുലില്ലാ ഞാൻ മുസ്ലിമായി ജനിച്ചതാണ്, ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അല്ലേ, ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഖുർആൻ നല്ലപോലെ പഠിക്കുന്ന ഒരാളാണ്, ഞാനൊന്നും ഒരിക്കലും എന്തായാലും വഴിതെറ്റി പോകൂല എന്നൊന്നും ഒരാളും വിചാരിക്കേണ്ട. നമ്മളെപ്പോഴും ആ ഒരു വിഷയത്തിൽ നല്ല ജാഗ്രത ഉണ്ടാവണം എന്നാണ് പറയുന്നത്. എത്രയോ ആൾക്കാർ തെറ്റിപ്പോയിട്ടുണ്ട്. ഹിദായത്തിന് ശേഷം വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം വഴിപിഴവിലായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല എന്താ പറയുന്നത്? ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ അല്ലേ. അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത്, അവർക്കുള്ള പ്രതിഫലം അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപം അവരുടെ മേലുണ്ടാകുന്ന പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അവിശ്വാസത്തിലേക്ക് പോകുന്നവർക്ക് ശരിക്കും ശരിയല്ലേ അല്ലേ. മനുഷ്യന്മാരെന്നെ പറയൂ അല്ലേ, മനുഷ്യന്മാരെന്നെ ശപിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, ഹിദായത്തിന് ശേഷം തെറ്റിപ്പോകുന്ന ആൾക്കാർ. അപ്പം അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ഒക്കെ ശാപം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് അത്രയും ഒരു വല്ലാത്തൊരു ദുരവസ്ഥയാണ്. മാത്രമല്ല അല്ലാഹു തആല എന്താ പറയുന്നത്? അവര് അതിൽ നിത്യവാസികളായിരിക്കും അല്ലേ. അവർക്ക് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവരുടെ ശിക്ഷ അവർക്ക് ഒരിക്കലും കുറവ് വരൂല, അതിൽ ലഘുവാക്കപ്പെടുകയില്ല. അവരെ പിന്നെ ഒരു തരത്തിലും അവർക്കൊരു തരത്തിലുള്ള പരിഗണന അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുകയും ചെയ്യൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എന്നാൽ ഇവിടെ എല്ലാം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് പ്രയാസമാണ് അല്ലേ. ഇത് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ട്, എന്നാൽ അള്ളാഹു തആല പറയുന്നു ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ ആരൊഴികെ? യാതൊരു കൂട്ടർ ഒഴികെ, ഇല്ലല്ലദീന ഒരു കൂട്ടർ ഒഴികെ. അവരെന്താണ്? താബൂ, അവർ മടങ്ങിയിട്ടുണ്ട് അല്ലേ, പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പം ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ, ആരൊഴികെ? താബൂ, അവർ മടങ്ങി അല്ലേ, മിൻ ബഅദി ദാലിക അതിനുശേഷം, തൗബ ചെയ്ത് മടങ്ങിയവർക്ക്. വിശ്വസിച്ചു എന്നിട്ട് അവിശ്വാസത്തിലേക്ക് പോയി വീണ്ടും അവർ തിരിച്ചു വന്നാൽ, ഈ കുഫറിലേക്ക് പോയതിന് ശേഷം ഹിദായത്തിലേക്ക് തിരിച്ചു വന്നാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി ഖേദത്തോടെ മടങ്ങി വന്ന ആളുകൾക്ക് എന്താണ്? അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന പറയുക അസ്ലഹു, ഖേദിച്ച് മടങ്ങി തിരിച്ചു വന്നു. അത് മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു കൂടിയുണ്ട്? അസ്ലഹു, അവര് നന്നാക്കുന്നുണ്ട്. അവരുടെ നിലപാടുകൾ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളെ അവരെന്താക്കുന്നു? നന്നാക്കുന്നു, ഇസ്ലാഹ് ഉണ്ടാക്കുന്നു, സൽക്കർമ്മങ്ങളിലായിട്ട് വരുന്നു. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തആല അങ്ങനെയുള്ളവർ ഒഴികെ. അപ്പം ആ കൂട്ടര് ഇവരെന്താണ്? ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നവരാണ്. എത്ര ഇല്ലേ, അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഒരു വിശാലതയാണ് ഇവിടെ കാണിക്കുന്നത്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം,
നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, റഹീമാണ്. അല്ലേ? ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അക്ബർ അല്ലേ? അള്ളാഹിന്റെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യവിശ്വാസം സ്വീകരിച്ച് പ്രവാചകനെ അയച്ചു കൊടുത്ത് വേദഗ്രന്ഥം നൽകി ഒക്കെ വിശ്വസിച്ച്, എന്നിട്ട് പിന്നെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി അവിശ്വാസത്തിലേക്ക് പോയി, അള്ളാഹിനെ നിഷേധിച്ച് അല്ലെ കുഫ്രിലേക്ക് പോയി, എന്നിട്ടും അവൻ ഖേദിച്ച് മടങ്ങി അള്ളാഹുലേക്ക് വന്നാൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കുന്ന പറയുന്നത്. എത്ര വലുതാന്നല്ലേ അള്ളാഹിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അള്ളാഹിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാവാൻ പാടില്ല എന്ന് പറയുന്നത് അതാണ്. അള്ളാഹ് അല്ലെ എത്ര വലിയ തെറ്റ് ചെയ്തവരെ അള്ളാഹു തആല സ്നേഹത്തോടെയാ വിളിച്ചത്. എന്താ വിളിച്ചത്? യാ ഇബാദി അല്ലെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. എന്റെ പൊന്നടിമേന്നാ വിളിച്ചേ. സുബ്ഹാനല്ലാഹ്. ആർക്കാ കഴിയാ ഇങ്ങനെ അല്ലേ? നമ്മളോട് ഒരാൾ അക്രമം പ്രവർത്തിച്ച്, ഒരിക്കലും നമ്മളോട് ഒരാൾ അക്രമം പ്രവർത്തിച്ച്, എന്നിട്ട് പിന്നെ അവൻ നന്നായി, പിന്നെ വീണ്ടും അക്രമം പ്രവർത്തിച്ച്, എന്നിട്ട് അങ്ങനെ ഒരാളോട് നമ്മളുടെ നിലപാട് എന്തായിരിക്കും? പൊയ്ക്കൊന്നുമില്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും നമ്മൾ അവരോട് ദേഷ്യവും വെറുപ്പും വെച്ച് പുലർത്തും. അവരോട് യാതൊരു വിധത്തിലുള്ള സൗഹൃദവും നമ്മൾ സ്ഥാപിക്കൂല. നമ്മൾ പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും നമ്മൾ ചിലപ്പോൾ തയ്യാറായി വരില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. എത്ര തന്നെ നിങ്ങൾ അതിര് കവിഞ്ഞാലും മരണം എന്നുള്ള ഒരു ഇത് നമ്മളെ മുമ്പിലുണ്ട് അല്ലെ, അതിന് മുന്നോടിയായിട്ട് നന്നാകുന്നവർക്ക് അള്ളാഹു തആല എന്താണ് പുറത്തു കൊടുക്കുന്ന, തൗബ സ്വീകരിക്കുന്ന നമുക്കുള്ള അവസരങ്ങൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ബറാഅത്ത് രാവിന്റെ പ്രത്യേകതയായിട്ട് ഈ ശഅബാൻ 15 പ്രത്യേകതയായിട്ട് അള്ളാഹു തആല പറഞ്ഞത് തന്നെ എന്താണ്? ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന അള്ളാഹു ആ ഒരു ഓഫർ പറഞ്ഞ അത് ലഭിച്ച സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കാരണം അങ്ങനെ ഒരു ഇത് ലഭിക്കാന്ന് പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണല്ലേ? അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അപ്പൊ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു ഇതാണ് ഈ തൗബ അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും ഈ തൗബ എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കും പിന്നെ തെറ്റ് ചെയ്തവർക്ക് മാത്രമുള്ളതാണ്. തൗബ എന്ന് പറയുന്നതില്ലേ, നിർബന്ധമായും ഓരോ മുസ്ലിമിന്റെയും മേൽ അല്ലാഹു തആല ഏൽപ്പിച്ച ബാധ്യതയാണെന്ന് പറയുന്നത് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലാഹു തആല വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു കൽപ്പിച്ചതാണെന്ത്? നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. തൗബത്തൻ നസൂഹ അല്ലേ? നല്ല നസൂഹായ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ആ ഒരു തൗബ, നമ്മൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ അള്ളാഹു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തൗബ എന്താണ്? നമ്മളെ മേൽ നിർബന്ധം. എന്തെല്ലാം കാര്യത്തിന് വേണ്ടി തൗബ ചെയ്യണം? ചെയ്തു പോയ തെറ്റുകൾക്ക് ഖേദിച്ച് മടങ്ങണം. നമ്മള് ക്ലാസ് ഇട്ടിട്ടുണ്ടായില്ലേ ഗ്രൂപ്പില്? അതെ 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 അതെ, അത് കേട്ടിട്ടാണ്. ആഷിഖ് ബിൻ അബ്ദുൽ അസീസിന്റെ അല്ലേ? ചെറിയ കാര്യത്തിനടി ചോദിക്കണോ തോന്നിപ്പോയി. അതെ, സുബ്ഹാനല്ലാഹ്. ഞാൻ എന്നിട്ട് അത് ക്ലാസ് എടുക്കണോന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളെ ഷാക്കിറ ടീച്ചർ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പിന്നെ ഈ ഒരു ആയത്തിനെ ബേസ് ചെയ്തിട്ട് പറയാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ടീച്ചർ തന്നെ പറയട്ടെ. എന്തായാലും ടീച്ചറെ ക്ലാസ് വേറെ തന്നെ ഒരു രസമില്ല. അപ്പം നോമ്പിന് മുമ്പ് എല്ലാവർക്കും ഒന്നിങ്ങനെ ഖേദിച്ച് മടങ്ങി അല്ലെ, നല്ല പശ്ചാത്തപിക്കുന്ന ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ. ഓരോ ക്ലാസ്സുകളും നമുക്ക് ഒരുപാട് അവസരങ്ങൾ അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് തരികയാണല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മള് പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ടല്ലോ, അതായത് ഒരാള് ഒരു തെറ്റും ഇല്ലേ ചെയ്യുന്നില്ലെങ്കിൽ
അതായത് ഈ ഒരു മുസ്ലിം ഉമ്മത്തിങ്ങളിൽപ്പെട്ട ആരും ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു സമൂഹത്തെ ഇല്ലാതാക്കിയിട്ട് തെറ്റ് ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരും എന്നുള്ളത് തല പറയുന്നുണ്ടല്ലേ. അള്ളാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതാന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്തിനാന്നറിയാം ശരിക്കും ആ ഉബൂദിയത്തിനെ നമ്മള് അള്ളാഹുവിന്റെ കേവലം അടിമകൾ മാത്രാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നതാണ്. നമ്മള് ശരിക്കും അങ്ങനെയല്ലേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹ്ക്ക് അടിമ അല്ലെ, നമ്മളൊരു അടിമയായിട്ട് അള്ളാഹിന്റെ അടിമയായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കാനാണ് അള്ളാഹ് നമ്മളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് അങ്ങനെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണല്ലോ നമ്മൾ എല്ലാ സമയത്തും. ഏത് സമയത്തും നമ്മൾ റബ്ബിലേക്ക് ആവശ്യക്കാരനാണല്ലോ അല്ലെ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അള്ളാഹുവെ നീ ഇറക്കി തരുന്ന ഏതൊരു ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് റബ്ബെ. നമ്മളെപ്പോഴും ഫഖീറാണ്, അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഫഖീറാണ് അല്ലെ. നമ്മൾ അബ്ദാണ്, അള്ളാഹു എന്ത് പറഞ്ഞോ അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്ന നല്ല അടിമകളാവണ്ടേ നമ്മള്. അപ്പം ഈ ഒരു തൗബ അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന പറയുമ്പോൾ എത്ര അല്ലെ, വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോ അവന് അള്ളാഹു തൗബ അവനെ സ്വീകരിക്കും, അവന് പുറത്തു കൊടുക്കുന്ന പറയുന്നത്, അവന് കരുണ ചെയ്യുന്ന പറയുന്നത്. അപ്പം ഇവിടെയും ഇതുപോലെ തന്നെ സൂറത്തു സുമറിലെ ആയത്തുകളിലും ഒക്കെ വരുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ നിലപാടുകൾ നന്നാക്കാന്നുള്ളതാണ്. പിന്നീട് നമ്മളെ അവസ്ഥകൾ നല്ലതായിരിക്കണം. നമ്മളെപ്പോഴും വിശ്വാസിയല്ലേ, ആ തിന്മയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവനാകാൻ പാടില്ല. പക്ഷെ എന്നാലും പുറത്തു വരും എന്ന് പറയുന്നുണ്ട് അല്ലേ. അല്ലാഹു അക്ബർ. ഒരു തെറ്റ് ചെയ്ത ഒരാള് എന്നിട്ട് പിന്നെ തൗബ ചെയ്ത്, പിന്നെയും അയാളെ തെറ്റ് ചെയ്ത്, പിന്നെയും തൗബ ചെയ്ത്. ഒരാൾ ചോദിക്കുന്നില്ലല്ലേ, ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് 99 ആളെ കൊന്ന ഒരാള് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലേ, എനിക്ക് തൗബ ഉണ്ട്, അപ്പൊ ഇല്ലാന്ന് പറഞ്ഞപ്പോ അയാളെയും കൊന്നു. എന്നിട്ട് പിന്നെ അയാൾ തൗബ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇല്ലേ. എന്നിട്ട് അയാൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുത്തില്ലേ. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അത്രയും വലുത് അള്ളാഹുവിന്റെ കാര്യം. ആ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കുറ്റവാളികളായിട്ട് എത്തപ്പെടാന്ന് പറയുന്നതിലും വലിയ നഷ്ടം വേറെ എന്താ ഉള്ളത് അല്ലെ. ഈ ശഅബാൻ മാസവും ഈ റമദാൻ മാസവും ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നിട്ട് ഓരോ നമസ്കാരങ്ങളും അല്ലെ, ഓരോ ദിവസം നമുക്ക് എത്ര അവസരങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങാന്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാന്. അള്ളാഹിന്റെ മുമ്പിലെ നൃത്തം നമ്മളത് ശരിയായാലും നാളത്തെ പരലോകത്തെ നൃത്തം നമ്മളത് ശരിയാവും എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ തല കുനിച്ച് നിൽക്കുന്നെങ്കിൽ നാളെ നമുക്ക് തല ഉയർത്തി നിൽക്കാന്ന് പറയുന്നുണ്ട്. ശരിക്കും ഓരോ നമസ്കാരങ്ങളും അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയെന്നല്ലേ. ഓരോ സെക്കൻഡുകളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഒരു ദിക്ർ ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? പ്രതിഫലം ലഭിക്കുന്നതിന് പുറമേ കിട്ടുന്ന ഓഫറുകൾ ഉണ്ട് ഇല്ലേ. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ 10 നന്മകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ 10 തിന്മകൾ മായ്ക്കപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. 10 ദറജകൾ ഉയർത്തപ്പെടുന്നുണ്ട് ഇല്ലേ. ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു തിന്മ അവിടെ മായ്ച്ചു കളയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് എത്ര വലിയ അനുഗ്രഹമാണ്. അതിനെല്ലാം പുറമെ നമുക്ക് എന്തെങ്കിലും വേദനകൾ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെയെല്ലാം സംഭവിക്കുന്നത് എന്താ? നമ്മളെ പാപങ്ങൾ പുറത്തു വരികയെന്നല്ലേ. എന്നിട്ടും നമ്മൾ പാപിയായിട്ട് റബ്ബിനെ കണ്ടുമുട്ടേണ്ട ഒരു അവസ്ഥ വരാന്ന് പറയുന്നത് എത്ര പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹുവെ, കർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഒരു പാപവും ഇല്ലാതെ നിഷ്കളങ്കമായ ഹൃദയങ്ങളുമായിക്കൊണ്ട് നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓരോ സമയത്തും നമ്മൾ നേടിയെടുക്കുന്ന ഈമാനും ഇഖ്ലാസും തഖ്വയും റബ്ബേ ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തിത്താ അല്ലാഹുവേ. എല്ലാ ശൈത്താനിയത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് റഹ്മാനെ നൽകി അനുഗ്രഹിക്കുന്നതാ. അപ്പം പിന്നെ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു തആല എന്താ പറയുന്നത്? ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം, നിശ്ചയമായും അവിശ്വസിച്ച ആളുകൾ. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ആയത്തുകളാണ്. ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം, വിശ്വാസത്തിന് ശേഷം അവിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടോ സുമ്മസ്ദാദു കുഫ്റാ,
എന്നിട്ട് അവർക്ക് ആ ഒരു അവിശ്വാസം അവർക്ക് വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരുടെ എടുക്ക് മ്യൂട്ട് അൺമ്യൂട്ടായി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കണേ. ثم ازدادوا كفرا لن تقبل توبتهم ലൻ തുഖബല തൗബതുഹും. ലൻ തുഖബല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വീകരിക്കൂല എന്ന് പറയും. സ്വീകരിക്കപ്പെടുകയില്ല തന്നെ, സ്വീകരിക്കേ ചെയ്യൂല എന്ന് പറയുന്നത്. എന്ത്? തൗബതുഹും, അവരുടെ പശ്ചാത്താപം. വ ഉലൈക ഹുമുൽ ളാലൂൻ, അവരെന്താണ്? വഴിപിഴച്ചവരാണ്. അതായത് വിശ്വാസത്തിന് ശേഷം അവിശ്വാസത്തിൽ പോയിട്ട് അതിൽ തന്നെ ഉറച്ചു ജീവിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ കാഫര്യങ്ങളായി തന്നെ ജീവിക്കുന്നു. അങ്ങനെയുള്ളവരുടെ തൗബ എന്താകൂല? ഖേദം, അവരുടെ തൗബ അതൊരിക്കലും എന്താകൂല? അള്ളാഹുവിൽ സ്വീകരിക്കൂല. അവരുടെ തൗബ എന്ന് മാത്രമല്ല, അവിടെ ഒന്നും സ്വീകരിക്കൂല അല്ലെ. അവരെന്താണ്? ഉലൈക ഹുമുൽ ളാലൂൻ എന്ന് പറഞ്ഞത്. അവർ തന്നെയാണെന്ത്? വഴിപിഴച്ചവർ. അവരത്രേ വഴിപിഴച്ചവർ. അതേപോലെ തന്നെ വിശ്വാസത്തിന് ശേഷം കുഫറിലേക്ക് പോയി അതിൽ ഉറച്ചു അതായത് ആ കുഫ്രിയത്തിൽ തന്നെ തുടരുന്ന ആളുകൾക്ക് തൗബയില്ല. അതേപോലെ തന്നെ പറയുന്ന ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, വമാതു, എന്നിട്ട് അവർ മരണപ്പെടുകയും ചെയ്തു, വഹും കുഫാർ, അവർ അവിശ്വാസികളായിക്കൊണ്ട്. അവിശ്വാസിയായി എന്നിട്ട് അവിശ്വാസിയായി കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരിൽ നിന്നും എന്താണ് അള്ളാഹു തആല പറയുന്നത്? ഫലൻ യുഖ്ബല മിൻ അഹദിഹിം, അവരിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. മിൻ അഹദിം, ഒരാളിൽ നിന്നും. മിൽ ഉൽ അർദി ദഹബൻ, ഭൂമി നിറയെ സ്വർണം കൊണ്ടുവന്നാൽ, അതായത് ഇപ്പം മരിച്ച് ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ഭൂമി നിറയെ സ്വർണം കൊണ്ട് പോകാനൊന്നും കഴിയൂല. എന്നാലും പറയാ, ഭൂമി നിറയെ നീ സ്വർണം കൊണ്ട് വന്നാലും അല്ലെ, അതിനെ കൊണ്ട് അവൻ അത് മോചന മൂല്യമായിട്ട് ദണ്ഡം കൊടുക്ക, പ്രായശ്ചിത്തം നൽകിയാലും ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് എന്തുണ്ട്? ഉലൈക ലഹും, അവർക്കുണ്ട്, അക്കൂട്ടർക്കുണ്ട്, അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. വമാ ലഹും മിൻ നാസിരീൻ, മാത്രമല്ല അവർക്ക് സഹായികളായിട്ട് ആരും ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? രണ്ട് കാര്യം: വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുക എന്നുള്ളതും കുഫ്രിയത്തിൽ തന്നെ തുടരാന്നുള്ളതും അവിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടുക എന്നുള്ളതും. അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൗബയുടെ ആ സ്വീകാര്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൗബ എന്നുള്ളത് ഏതുവരെ സ്വീകരിക്കും? നമ്മളെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അവസരമാണതില്ലേ. പക്ഷെ പലരും എന്താണെന്നറിയോ, ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടിട്ട് തിന്മകളിലായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കും. ഓരോ ആൾക്കാരും വിചാരിക്കും ശരിയാകണം, എൻ്റെ അടുത്ത് കുറേ ശരിയാകാനുണ്ട്, ശരിയാക്കണം, ഇങ്ങനെ തന്നെ മനസ്സ് പറയൂ അല്ലേ. നന്മയിൽ തന്നെ തുടരണം എന്നുള്ള ആഗ്രഹം തന്നെ, നല്ലതാകണം, ഇനിയൊന്നും പറയാൻ പറ്റൂല, ഇല്ല ഇനി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഇനി അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല, ഇനി അങ്ങനത്തതൊന്നും നോക്കാൻ പാടില്ല, ഇനി അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇല്ല ഇനി എല്ലാം നല്ലതിലേക്ക് തന്നെ വരണം, ഇങ്ങനെ എപ്പോഴും മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താകുന്നില്ല? നന്നാകുന്നില്ല, മാറുന്നില്ല, മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നില്ല. അപ്പൊ എന്താ? അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലേ. അവിശ്വാസിയായിട്ട് മരണപ്പെടുന്ന ഒരാള് ആ മരണവെപ്രാള സമയത്ത് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് ഒരിക്കലും അവനെന്തില്ല, ഒരു പ്രയോജനമില്ല. അവിടെ ഒന്നും ഒരു പ്രയോജനം ലഭിക്കൂല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കി തന്നൊരു കാര്യമാണ്. അതായത് നമ്മളെ ലാസ്റ്റ് ടൈം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മളെ ബാക്കിയുള്ള ജീവിതം. ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അവസാന കാലത്ത് തിന്മയിലായിക്കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിലോ നഷ്ടം മാത്രമാണ് അവനുണ്ടാവുക.
അവൻ നഷ്ടകാരികളിൽ പെട്ടുപോകും തീർച്ച. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. അള്ളാഹുവേ നീ എനിക്ക് എൻ്റെ അവസാനം അത് നീ നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇജ്അൽ ആഖിറ കലാമിനാ മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദുനിയാവിൽ നിന്നുള്ള അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരാനും ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിയിട്ടും അല്ലേ, അവസാനം നന്നാക്കാൻ. നമ്മള് ഗ്രൂപ്പിൽ എപ്പോഴും ഒരു പ്രാർത്ഥന ഇടാറില്ലേ, രാവിലെ രാവിലെ കുറേ പ്രാർത്ഥനകൾ ഇടാറുണ്ട്. ആ കൂട്ടത്തില് പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോന്ന് അറിയില്ല. അല്ല അല്ല അതല്ല അതല്ല അതുമല്ല അത് എല്ലാ ദിവസവും ചിലപ്പോൾ ഇടാറില്ല, എന്നാലും അധികം ഇടാറുണ്ട്. ഇടുന്ന ആളെങ്കിലും പറ, അല്ല ഇടുന്ന ആളെങ്കിലും പറയട്ടെ. അതൊന്നുമല്ല. അല്ലല്ല, ഈ പ്രാർത്ഥന ഇടുന്ന ആളുണ്ടല്ല ഈ ഗ്രൂപ്പില് പഠിച്ചോനെ. അടുത്തടുത്ത് എല്ലാരും ഒരുമിച്ച് പറയില്ല, എല്ലാരും ഒരുമിച്ച് പറയില്ല, ഒരാള് പറ. അതൊന്നുമല്ല അതൊന്നുമല്ല, എല്ലാരും കൂടി പറയുമ്പോ എനിക്ക് മനസ്സിലാവൂലേ. അതാണ് അതാരാ പറയുന്നത്? മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ. അതന്നെ അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ ഉംരി ആഖിറഹു. അല്ലാഹുവേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം എൻ്റെ അവസാന ഭാഗമാക്കണമേ. അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ ഉംരി ആഖിറഹു വഖൈറ അമലി ഖവാതിമഹു. അല്ലേ, അള്ളാഹു എൻ്റെ ഏറ്റവും നല്ല കർമ്മം അതെൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ കർമ്മമാക്കണമേ. വഖൈറ അയ്യാമി യൗമ അൽഖാഖ്. എൻ്റെ ഏറ്റവും നല്ല ദിവസം അല്ലെ അത് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണമേ. ഇതാ ഇപ്പൊ തന്നെ ഇട്ടുതരാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഡെയിലി വരുമ്പോ ചിലപ്പോ നമ്മൾ അശ്രദ്ധമായി പോകും. അതാരോ ഇട്ടല്ലോ. നല്ല പ്രാർത്ഥനയാണത്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണത്. എന്താ അള്ളാഹുവിനോട് പറയാം, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ ഉംരി ആഖിറഹു. അല്ലേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും നല്ല കർമ്മം അതെൻ്റെ അവസാനത്തെ കർമ്മം, എൻ്റെ ഏറ്റവും നല്ല ദിവസം അത് റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമാക്കി തരണമേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ ഒരു തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ. അപ്പൊ പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. അതും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. സുജൂദിലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണത്. ഞാൻ സുജൂദിൽ അധികം പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. ഒറ്റക്കാണ് നിസ്കരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പൊ പിന്നെ നമ്മളെപ്പോഴും ആ ഒരു ദുആ നമ്മളെ കൂടെ ഉണ്ടാകണം. അതായത് ലാസ്റ്റ് സമയം നല്ലതാകാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാവരും മ്യൂട്ടാക്കിക്കേ. ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, നമുക്ക് രക്ഷക്ക് ആരും ഉണ്ടാവില്ല, നമ്മളെ സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മളെ സഹായിക്കൂ. അപ്പം നമ്മൾ വിചാരിക്കില്ലേ, ബുദ്ധിമാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ബുദ്ധിമാൻ ആരാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിനി അല്ലേ. ശരിക്കും ലഅല്ലക്കും തഅഖിലൂൻ അങ്ങനെ പറയുന്നില്ലേ, കുറേ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഇവിടെ തന്നെ
ഇവിടെ പറയുന്നില്ല. വേറെ ഈ തൗബയുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ സ്ഥലങ്ങളിൽ ഈ അഖല് പറയുന്നുണ്ട്. അഖല് എന്ന് വെച്ചാൽ ഈ ബുദ്ധി അല്ലെ. ബുദ്ധി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആരാണ് ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തയിൽ വരുന്നത് നല്ല ബുദ്ധി എന്ന് പറയും, നല്ല പഠിക്കാനും ഇതെല്ലാം കഴിവുള്ള ഒരാളെ ബുദ്ധിയുള്ള നല്ല ബുദ്ധിയുണ്ട് എന്ന് പറയും അല്ലെ. ബിസിനസ്സിലൊക്കെ നല്ല കഴിവ് തെളിയിച്ചിട്ട് ഒരുപാട് ബിസിനസ്സിൽ ലാഭം കൊയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ഉമൈമത്തെ മ്യൂട്ട് ചെയ്ത പിന്നെ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എന്താക്കും? ബുദ്ധിമാനാന്ന് പറയും ഇല്ലേ. നല്ല സാമർത്ഥ്യം കഴിവും ഒക്കെ തെളിയിച്ച ആൾക്കാരെ നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയും. സത്യത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ബുദ്ധിമാൻ ആരാന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണത്തിന് വേണ്ടി അല്ലെ, നാളത്തെ ലോകത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന, മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ ചെയ്ത് ജീവിക്കുന്നവനാണ് എന്ത്? യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മൾ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നും അവിടെ നമുക്ക് രക്ഷ ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ത്? ബുദ്ധിമാൻ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ബുദ്ധിയുള്ളവരാണോ? ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മള് നാളത്തെ ആ ഒരു ലോകത്തേക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്നവരാണോ? അല്ല നമ്മുടെ പരിശ്രമങ്ങൾ തേച്ചും ഈ ദുനിയാവിന് വേണ്ടി ആയി പോകുന്നുണ്ടോ? വളരെ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെയേറെ നമ്മൾ ചിന്തിക്കണം അല്ലെ. ഉലുൽ അൽബാബ് ആകുന്നുണ്ടോ? നമ്മൾ ബുദ്ധിമാന്മാരാകുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയം എന്താന്ന് വെച്ചാല് വിശ്വാസിയായി പിന്നീട് അവിശ്വാസിയായി അല്ലെ, എന്നിട്ട് അവിശ്വാസിയായി കൊണ്ട് തന്നെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അത് വലിയ നഷ്ടം. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെ മുഴുവനും ശാപം അവന്റെ മേലെ ഏൽക്കുന്നു. മാത്രമല്ല വേദനയേറിയ ശിക്ഷയുണ്ട്, അവർ തന്നെയാണ് വഴിപിഴച്ചവർ എന്നൊക്കെ അള്ളാഹു തആല പറയുന്നു അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാമത്ത് നാളില് നരകക്കാരനായ ഒരാളോട് പറയും പോലും, ഇതാ നോക്കൂ, ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതായിരുന്നാൽ ഇപ്പോൾ നീ അത് പ്രായശ്ചിതമായി കൊടുക്കുമോ എന്ന്. അപ്പൊ അവൻ പറയും പോലും അതേ. അന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിന്നിൽ നിന്ന് ഇതിനേക്കാൾ വളരെ നിസ്സാരമായ കാര്യമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. നിന്റെ പിതാവായ ആദമിന്റെ മുതുകിൽ വെച്ച് നീ എന്നോട് ഒന്നിനെയും പങ്കുചേർക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് കരാറ് വാങ്ങി. നീ അതിന് വിസമ്മതിച്ച് എന്നോട് പങ്കുചേർക്കുക തന്നെ ചെയ്തു. ആകെ എന്താ, ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളൊന്നും നമ്മളോട് അല്ലാഹു തആല ചോദിക്കുന്നില്ല അല്ലെ. അള്ളാഹു എന്തേ പറയുന്നുള്ളൂ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അത് മാത്രമേ അള്ളാഹ് നമ്മളോട് പറയുന്നുള്ളൂ. നമ്മളോട് ആകെ ഒരു കാര്യം അല്ലാഹു തആല ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷെ അതെന്താ, പലരും ആ ഒരു കാര്യത്തിൽ വിസമ്മതം കാണിക്കുന്നില്ലേ. ഇപ്പൊ നമ്മള് വിചാരിക്കും നമ്മളൊന്നും ശിർക്ക് ചെയ്യുന്നില്ല അല്ലെ, നമ്മളൊന്നും കുഫ്രിയത്തിൽ പോയിട്ടില്ല, നമ്മളൊക്കെ നല്ല വിശ്വാസികളാണ്. പക്ഷെ നമ്മളിപ്പോ ഓരോ ക്ലാസ്സുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനേക്കാളും പ്രാധാന്യം എന്തിനൊക്കെ കൊടുക്കുന്നോ അപ്പോഴൊക്കെ അതൊക്കെ ശിർക്കും കുഫ്റും വിദഅത്തും ഒക്കെ ആയി മാറുകയാണ് അല്ലേ. അള്ളാഹു അക്ബർ. നമ്മളെ മുമ്പിൽ നമ്മൾ എന്തിനാ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനേക്കാളും നമ്മൾ പലതിനും സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മളെ തന്നെ ആലോചിച്ചത്, വേറെ ആരെയും ചോദിക്കേണ്ട, വേറെ ആരെയും ചിന്തിക്കേണ്ട, വേറെ ആരെക്കുറിച്ച് നമ്മൾ പറയും വേണ്ട. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, എന്തിനാ നീ ജീവിക്കുന്നത്? എന്ത് കാര്യത്തിലാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മളെ തിരക്കുകൾ എന്ന് പറയുന്ന നമ്മളെ ദുനിയാവിന്റെ നമ്മളെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്നത് ആരെയാണ്? മാറ്റി നിർത്തപ്പെടുന്നത് ആരാണ്? നമ്മളെ ദീൻ അല്ലേ. നമ്മളെ ദീനിന്റെ കാര്യങ്ങളും അല്ലേ നമ്മൾ മാറ്റി വെക്കുന്നത്. എന്തിനു പറയണം, നമ്മളെ മുസ്ലിം വീടുകളിൽ ഉള്ള പല വീടുകളിലും വിവാഹമെന്ന അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ പലരും മാറ്റി നിർത്തുന്നത് അള്ളാഹുവിനുള്ള നമസ്കാരത്തെയാണ്. നവവധു പോലും മേക്കപ്പ് ഇട്ടില്ലേ, 10,000, 20,000, 30,000 മേക്കപ്പ് ഇട്ടുമ്പോ അത് പോകൂലേ വുളു എടുക്കാം.
ചിലരൊക്കെ മാഷാ അള്ളാ ഉളവൊക്കെ ചെയ്തിട്ട് നിസ്കാരമൊക്കെ നിർവഹിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ, ആമീൻ. ശരിക്കും എന്തിനാന്നില്ല ഈ പുട്ടി ഇടുന്നത്? എന്തിനാണ്? നല്ല ഭംഗിയുള്ള കുട്ടികളായിരിക്കേ, ചില കുട്ടികളില്ലേ നല്ല മൊഞ്ചുണ്ടാവും, എന്നിട്ടില്ലേ ഈ കല്യാണത്തിന്റെ അന്ന് വാടാത്ത മേക്കപ്പെല്ലാം ചെയ്തിട്ട് ഇത് വേറെ ആരോ ആണോന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും മോശം, ഒരു ഭംഗിയുമില്ല. അതിനെന്ത് രസമുള്ള നാച്ചുറൽ ആയിട്ട് ആ ഒരു ഭംഗിയുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ വാരിത്തേച്ച് ആകെ കോലം കെട്ട് മുടിയും എല്ലാം കൂടി എന്തൊരു വികൃതമാക്കി വെക്കുന്നത്. ഇതെന്തിനാ നമ്മൾ വിട്ടുകൊടുക്കുന്നത്? ഇല്ലേ, വേണേ കുറച്ച് പൗഡർ ഇട്ടോ, ഒരു ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടോ, കുഴപ്പമില്ല അല്ലേ, ഒരു ഐലൈനറോ അങ്ങനെ എന്തെങ്കിലും. എന്തിനാ ഈ വേണ്ടാത്ത കുറെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ വാരിത്തേച്ച് ആകെ കൊളാക്കുന്നത് ഒരു ദിവസത്തേക്ക്? എന്തിന് അല്ലേ, ചിന്തിച്ചു നോക്കിയട്ടെ. അതിനെ കൊണ്ട് എന്താ കാര്യം? പ്രദർശന വസ്തുവാക്കല്ലേന്ന്, ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാല്ലേ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ ദിവസങ്ങളും മാറ്റി വെക്കുന്നത്. മുസ്ലിം വീടുകളിൽ എന്തിനു പറയണം അല്ലെ, ഇസ്ലാമിന്റെ എല്ലാ ചട്ടക്കൂടുകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ പോലും നമ്മൾ കാണുന്ന കാഴ്ചകളാണിത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹുവിന്റെ ദീനിനെയാണ് നമ്മൾ പലപ്പോഴും എന്താക്കുന്നത് അവിടെ. ശരിക്കും നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് കടപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ എത്രത്തോളം നമ്മൾ ഈമാനുള്ളവരാണ്, നമ്മൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാണ്, തൗഹീദുള്ളവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ എപ്പോഴാണെന്നറിയോ? വീട്ടിലൊരു കല്യാണം വന്നാൽ മതി, അന്നിനെ നമുക്ക് മനസ്സിലാവും അള്ളാഹുവിന്റെ കൽപ്പനകളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെല്ലാം കാറ്റിൽ പറത്തുന്നു അല്ലേ. അങ്ങനെയല്ലേ നമ്മളെ മിക്ക കല്യാണങ്ങളും. പറയുമ്പോൾ പറയൂലേ, ഇപ്പൊ നമ്മൾ എല്ലാവരും അതിന്റെ കൺട്രോളിൽ, അവര് പറയുമ്പോ എന്താ ചെയ്യാ, ഇവര് പറയുമ്പോഴേ മക്കള് പറയുമ്പോ അവർക്കെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതന്നെ, നമ്മൾ ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നത്? കട്ടായി പോകുന്നുണ്ടോ? നല്ല ഫുൾ റേഞ്ചിലാണല്ലോ. ഓക്കെ തനുജ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറിക്കോ. അപ്പം നമ്മളിഷ്ടം കൂടുതൽ കൊടുക്കുന്നത് ആർക്കാണ്? ആരെയാ നമ്മൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ എടുക്കുന്നത്? നമ്മളെ മക്കളാ, അവരെ ഇഷ്ടങ്ങളാ അല്ലേ? ആരെയാ മാറ്റി നിർത്തുന്നത്? അള്ളാഹുവിന്, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങള്, അള്ളാഹുവിന്റെ കൽപ്പനകള്, അള്ളാഹിന്റെ റസൂലിന് എല്ലാം നമ്മൾ മാറ്റി വെക്കുന്നില്ലേ? ആർക്ക് വേണ്ടിയിട്ടാ മാറ്റി വെക്കുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. നാളെ ഈ മക്കളൊക്കെ നമുക്കെതിരായിട്ട് വരും, നമുക്കെതിരായിട്ട് സാക്ഷി പറയും അല്ലെ. നിങ്ങളുടെ മക്കളിലും ഇണകളിലും ഒക്കെ ശത്രുക്കൾ ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവര് നിങ്ങൾക്ക് പരീക്ഷണാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ പെട്ടതാ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലക്കുള്ള മുന്നറിയിപ്പ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മളെന്താ അതിൽ പെട്ടുപോകുന്നല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ നമ്മള് പറയും നമ്മള് നല്ല തൗഹീദുള്ളവരാ അല്ലെ, നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആൾക്കാരാ, നമ്മള് ശിർക്കില്ല, കുഫ്രില്ല, ഖുറാഫാത്തില്ല, ഒന്നുമില്ല, നമ്മള് ഭയങ്കര പെർഫെക്റ്റ് തൗഹീദിന്റെ ആൾക്കാരാന്ന് നമ്മൾ പറയും. എന്നിട്ടോ നമ്മൾ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് അള്ളാഹിന്റെ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക്, അള്ളാഹിന്റെ കൽപ്പനകൾക്കെതിരായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി, യഥാർത്ഥ വിശ്വാസികളായി, യഥാർത്ഥ മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പം അള്ളാഹു തആല പറയുന്ന പിന്നെ ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി. സത്യനിഷേധിയായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ, അപ്പം എപ്പോഴും നമ്മളെ മുമ്പിൽ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായാൽ തന്നെ അല്ലെ, ശരിക്കും നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവനായിക്കൊണ്ടാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അതിനു മുമ്പ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, പക്ഷെ നമ്മൾ ഇത്തരം ഒരു പാപി ആയിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ, നമുക്കൊരു തൗബക്കൊരു അവസരം കിട്ടാതെയാണ് നമ്മൾ മരണപ്പെടുന്നെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഒരു വിശ്വാസി ഒരു തെറ്റും ചെയ്യൂല എന്ന് അള്ളാഹ് പറയുന്നില്ല അല്ലെ, അവരൊരു തെറ്റും ചെയ്യാത്തവനാണെന്ന് പറയുന്നില്ല.
അതുകൊണ്ട് തന്നെ നമ്മളിൽ തെറ്റ് വന്നു പോയാൽ നമ്മൾ വിചാരിക്കേണ്ട അയ്യോ എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ തെറ്റ് ചെയ്യുന്നവനായി പോയല്ലോ. സത്യത്തിൽ പറയുന്നത് എന്താ അറിയോ, ഒരാള് ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അവൻ ആ സമയത്ത് ആ വിഷയത്തിൽ അവൻ എന്താണ്, ജാഹിലാണെന്നാ പറയുന്നത്. അതായത് ഒരു കാര്യം അത് ചെയ്യാൻ പാടില്ല നമുക്കറിയാം, പക്ഷെ എന്നിട്ടും എന്താക്കുന്നത് നമ്മൾ ചെയ്യുന്നത്, അതെന്തുകൊണ്ടാ? അള്ളാനെ ധിക്കരിക്കണോന്നുള്ള അഹങ്കാരം കൊണ്ടൊന്നും ആയിരിക്കൂല ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാ, ചെയ്തു പോകുന്നതാ. അങ്ങനെയാണല്ലോ, സാഹചര്യങ്ങൾ മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കുന്നതാ. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യണം? ഞാൻ എന്തായാലും തെറ്റ് ചെയ്ത് എനിക്കിനി നന്നാകാനൊന്നും കഴിയൂല, മതി, ഞാൻ ഇങ്ങനെ തന്നെ പോകാം ഒരിക്കലും നമ്മൾ വിചാരിച്ചു പോകരുത്. അതിനാണ് അള്ളാഹു തആല തൗബ എന്നൊരു കാര്യം നമുക്ക് മുമ്പിൽ വെച്ച് തന്നത്. അള്ളാഹിന്റെ ഒരു അടിമനെയും അങ്ങനെ വെറുതെ ശിക്ഷിക്കണം എന്ന് അള്ളാഹ്ക്ക് ഒരു ആഗ്രഹമില്ല. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹു ദയാലുവാണ്, കാരുണ്യവാനാണ്. അള്ളാഹു നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അള്ളാഹു തൻ്റെ അടിമയെ ഒരു നരകത്തിയിലിട്ട് ചുട്ടിരിക്കണം എന്ന് അള്ളാഹ്ക്ക് ആഗ്രഹമില്ല. നമുക്കറിയാം അബൂജഹൽ എന്ന് പറയുന്ന ആളല്ലേ, അയാൾക്കൊരു മകനുണ്ട്. ശരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹു തആല അവരൊക്കെ സെലക്ട് ചെയ്തില്ലേ അല്ലേ. അത്രയും ധിക്കാരിയായിട്ട് കുഫ്ർ അല്ലെ, കാഫിറായിട്ട് ജനിച്ച് ജീവിച്ച് എന്നിട്ട് മക്ക വിജയം സംഭവിച്ച സമയത്ത് അവൻ പറയുന്നില്ലേ, ഈ മുഹമ്മദിന്റെ ഇതിൽ ഞാൻ നിൽക്കേണ്ടി വരൂലേ, കീഴെ നിൽക്കേണ്ടി വരൂലേ എന്ന് വിചാരിച്ചിട്ട് നാട് വിട്ടു പോകുകയും എന്തിന്? അവിശ്വാസിയായി ജീവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അല്ലെ ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പല് കടലിന്റെ മധ്യത്തിലെത്തിയ സമയത്ത് നല്ല ശക്തമായ കാറ്റും കോളും വന്ന് ആ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ആ സമയത്ത് ആ കപ്പലിലെ കപ്പിത്താൻ പറയുന്നില്ലേ, നിങ്ങൾ ഈ കടലിൽ ഈ സമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ആർക്കും കഴിയൂല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. അതുവരെ ലാത്തനെയും ഉസ്സനെയും മനാത്തനെയും ഒക്കെ വിളിച്ച് തേടിക്കൊണ്ടിരുന്ന അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെ. അവർ മുശ്രിക്കീങ്ങൾ, അതായത് അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു അവര്. മക്ക മുശ്രിക്കീങ്ങൾ അങ്ങനെയാണ്, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട്, അതിന്റെ പുറം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുള്ള വിശ്വാസം തന്നെ അവർക്കും ഉണ്ടായത്. അങ്ങനെ ഈ കപ്പിത്താൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ അബൂജഹലിന്റെ മകൻ ഇക്രിമ അല്ലെ, അദ്ദേഹം അവിടുന്ന് പറയുന്നില്ലേ, ഈ ഇത് തന്നെയല്ലേ മുഹമ്മദും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും എല്ലാ അവസ്ഥയിലും നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ആർക്കും കഴിയൂല എന്ന് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത്. ഈ സമുദ്രത്തിന്റെ ഈ നടുക്കടലിൽ നമ്മളെ രക്ഷിക്കാൻ അള്ളാഹുവിനെ കഴിയുമെങ്കിൽ ആ റബ്ബിന് തന്നെയാണെന്ത് കരയിലും നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. അവിടെ അദ്ദേഹത്തിന് വിശ്വാസം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ ആ തിളക്കം അല്ലെ, ആ വെളിച്ചം കടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം തീരുമാനിക്കുകയെന്നല്ലേ, ഇവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോയി ഇസ്ലാം സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. കാഫിറായി ജീവിച്ച ആളെ അള്ളാഹു തആല ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം റളിയല്ലാഹു അൻഹു ആയി ജീവിച്ച് മരണപ്പെടുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതൊക്കെയാണ് സൗഭാഗ്യം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം വഹ്ഷി അല്ലേ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സംഭവമാണ്. ഹിന്ദ് അവരൊക്കെ എന്താണ് റളിയല്ലാഹു അൻഹു ആയി മാറിയിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, ചില ഭർത്താക്കന്മാരിങ്ങനെ നിസ്കരിക്കൂല, പിന്നെ പള്ളിയിൽ പോകുന്നില്ല, അതെല്ലാം വിചാരിച്ച് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ദുആ ചെയ്യണം നമ്മളെപ്പോഴും. അള്ളാഹ് ഹിദായത്ത് ആർക്കാ കൊടുക്കാന്ന് എപ്പോഴാ കൊടുക്കുക നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിനെ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ അല്ലെ. നമ്മളെ കൂട്ടത്തില് അങ്ങനെയുള്ള അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്, ഒരുപാട് മാതാപിതാക്കളുണ്ട്, മക്കളെ ഹിദായത്തിലല്ലാതെ ആയതിന്റെ പേരിൽ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്.
അപ്പൊ നമ്മള് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ അബൂജഹലിന്റെ മകൻ ഇക്രിമക്ക് ഹിദായത്ത് കൊടുത്ത അള്ളാഹു അല്ലെ, വഹ്ഷിക്കും ഹിന്ദിനും ഹിദായത്ത് കൊടുത്ത അള്ളാഹുവിന് എന്തേ നമ്മള് കൂടെയുള്ളവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയൂലേ? നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നല്ല നല്ല വാക്കുകൾ കൊണ്ട് അവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. അവർക്ക് അത് നമ്മളെ ജീവിതം കൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ ആ ഒരു പ്രകാശം അവരിലേക്കും പകർന്നു കൊടുക്കാൻ നമ്മളെ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത് വലിയൊരു കാര്യമായിരിക്കും അല്ലെ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം ശരിക്കല്ലേ ഈ വഹ്ഷിന്റെ എല്ലാം ചരിത്രം പറയുമ്പോ എന്താ, പിന്നെ ആ ഒരു പിന്നെ അവർക്ക് പോലും അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തു അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിദായത്ത് അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് കിട്ടാൻ. അതുപോലെ തന്നെ അള്ളാഹുവില് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല മരണത്തിന് മുമ്പ് തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു തആല കൊടുക്കും. അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം പറയുന്നത് എപ്പോഴാ? ഒരടിമ അവൻ്റെ അടുത്തൊരു തെറ്റ് വന്നു, എന്നിട്ട് ആ തെറ്റ് അവൻ തിരിച്ചറിഞ്ഞ് എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി ഖേദിച്ച് മടങ്ങും. അള്ളാഹുവേ, എൻ്റെ അടുത്ത് വന്നു പോയി, അള്ളാഹുവേ എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി റഹ്മാനെ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോകൂല റബ്ബേ, എന്നെ നീ പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഞാൻ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല റഹ്മാനെ എന്ന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്ന അങ്ങനെയുള്ള ആ ഒരു തൗബയുടെ ആ ഒരു അവസരം ഉണ്ടല്ലോ, അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന പറയുന്നു. തൗബ ആ സമയത്ത് അള്ളാഹു ഏറെ സന്തോഷിക്കുന്ന പറയുന്നു. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, ഖേദിച്ച് മടങ്ങുക. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹു തആല അവനെ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തോടു കൂടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ. പ്രവാചകന്മാരല്ലാത്തവരെ ഒക്കെ തെറ്റ് ചെയ്യുന്ന പറയുന്നത്. പ്രവാചകന്മാരെ അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്? മാസൂമിങ്ങൾ അല്ലെ, പാപസുരക്ഷിതരാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ, പൈശാചികമായ അല്ലെ, മുഖ്യ ശത്രു പിശാചിന്റെ പ്രേരണ നമുക്കറിയാം. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലെ, അദ്ദേഹം പറയുന്നുണ്ടല്ലേ, വമാ ഉബരി നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം അല്ലെ. ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, കാരണം മനസ്സെന്താണ്? അമ്മാറത്തും ബിസ്സൂ ആണ്, നമ്മളെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, തൻ്റെ രക്ഷിതാവിൻ്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായത്? അവിടെ നിന്ന് ആ തിന്മയിൽ നിന്ന് അദ്ദേഹം ഒഴിവായത്. നമ്മളും ആ ഒരു കരുണ ലഭിച്ച ഹൃദയത്തിന്റെ ഉടമകളാകണം അല്ലേ. നമ്മൾ ഈ പൈശാചികമായ പ്രേരണകൾക്ക്, ദേഹേച്ഛകൾക്ക് നമ്മൾ അടിമപ്പെടാൻ പാടില്ല. സത്യവിശ്വാസി എന്താണ് അല്ലെ? കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ എന്നാ പറഞ്ഞത്. ആദം സന്തതികൾ എല്ലാവരും എന്താണ്? തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരാണ്. അള്ളാഹുവേ, തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമരുണ്ടോ അല്ലാ? അല്ലേ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളല്ലേ അല്ലേ. തൗബ എന്നുള്ളത് എന്തല്ല? ഇസ്തിഗ്ഫാർ അല്ല ഒരിക്കലും. തൗബ വേറെ, ഇസ്തിഗ്ഫാർ വേറെ. നമ്മൾ ഈ വിഷയമൊക്കെ ഒരുപാട് പറഞ്ഞതാ. എന്നാലും പുതിയ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു അല്ലേ. തൗബ എന്നുള്ളത് എന്താണ്? പാപമോചനം തേടുക, ഖേദിച്ച് മടങ്ങുക അല്ലേ. അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് പിന്നെ തൗബ. പാപമോചനം തേടുക എന്നുള്ളത് ഇസ്തിഗ്ഫാർ. പാപമോചനം തേടുക എന്നുള്ളത് ഇസ്തിഗ്ഫാർ. എന്നിട്ട് അള്ളാഹുലേക്ക് ആ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ആ അള്ളാഹു നിർദ്ദേശിച്ച നിബന്ധനകൾ ഉണ്ടല്ലോ, ആ നിബന്ധനയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുക. അതാണ് എന്ത്? തൗബ. അള്ളാഹുലേക്ക് മടങ്ങുക. അപ്പം നമ്മള്
ചെയ്തു പോയ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തെറ്റ് ചെയ്തതിൽ തന്നെ നമ്മൾ ഉറച്ച് നിസ്കരിക്കാം, തൗബ നിസ്കരിക്കാം. നല്ല റാഹത്തായിട്ട് നല്ല റാഹത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് തൗബ ചെയ്യാം. തൗബ നിസ്കാരം എന്നുള്ള നിലക്ക് തന്നെ നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല വൃത്തിക്ക് wuduഎല്ലാം എടുത്ത് പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ പേര് സ്വലാത്തെല്ലാം ചൊല്ലി 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവന്റെ തൗബ എന്തായാലും അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ തീരുമാനം എടുക്കണം. എന്തെങ്കിലും നമ്മൾ തെറ്റ് വന്നിട്ട് തൗബ ചെയ്യുമ്പോഴില്ലേ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയണം. റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല അള്ളാഹുവേ. ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാകണം. അത് ആത്മാർത്ഥമായിട്ടാകണം. അല്ലാതെ ഞാൻ ഇനിയും അവസരം വന്ന ഞാൻ ആ തെറ്റ് ചെയ്യുവേ എന്നൊരു ചിന്ത ഹൃദയത്തിനുള്ളിൽ ഉണ്ടായിക്കൊണ്ട് തൗബ ചെയ്താൽ എന്താവൂല, അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകൂല. ഇഖ്ലാസോടെയും സത്യസന്ധതയോടും കൂടിയാകണം നമുക്ക് തൗബ ഉണ്ടാകേണ്ടത്. ഇനി ആരെങ്കിലും ഒരു ഹക്കിടപാട് ഉണ്ടാവില്ല, ആരുടെയെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ എന്താകണം, അവരോട് അത് ആ വ്യക്തിയുമായിട്ട് തന്നെ എന്താക്കണം, അത് പറഞ്ഞു തീർത്തിട്ട് വേണം അള്ളാഹിനോട് എന്താക്കേണ്ടത്, തൗബ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പകല് തെറ്റ് ചെയ്യുന്നവരുടെ തൗബ രാത്രി സ്വീകരിക്കാനും, രാത്രി തെറ്റ് ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കാൻ പകലിലും അല്ലാഹു തആല കൈകൾ നീട്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് വിചാരിച്ചിട്ട് എപ്പോഴും തെറ്റ് ചെയ്തോ എന്നല്ല, ആരെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് മടങ്ങാനുള്ള ഒരവസരം. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇവിടെ ഈ ഒരു അള്ളാഹു പിന്നെ തൻ്റെ അടിമയുടെ തൗബ സ്വീകരിക്കുകയും അവന്റെ തെറ്റുകൾക്ക് അള്ളാഹു തആല മാപ്പ് നൽകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ അള്ളാഹു. അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്നറിയോ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യം, അങ്ങേയറ്റത്തെ ആ കാരുണ്യ, വിശാലമായ കാരുണ്യത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ഇതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അല്ലെ. ശരിക്കും ഇഹലോകത്തും പരലോകത്തും ശിക്ഷക്ക് കാരണമായി തീരാവുന്ന ഒരു പാപം ഒരാൾ ചെയ്ത് അയാൾക്ക് നാശം സംഭവിക്കാൻ കാരണമായി തീരുന്ന ഒരു പാപം അയാൾ ചെയ്തു പോയി. പക്ഷെ ആ സംഭവിച്ചതിന് ശേഷം അവന് ബോധം വരികയും അയ്യോ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് വന്നു പോയല്ലോ എന്ന ചിന്ത വരികയും എന്നിട്ട് ആ തെറ്റിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുകയും പിന്നെ അതിൽ ഖേദം വരികയും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുമ്പോൾ അല്ലെ, അള്ളാഹു അവൻ്റെ ആ പശ്ചാത്താപം, ആ ഖേദം അള്ളാഹു സ്വീകരിച്ചിട്ട് അവന് ചെയ്തു പോയ എല്ലാ തെറ്റും മാപ്പ് നൽകിയിട്ട് അതിനെ മായ്ച്ചു കളഞ്ഞിട്ട് ഇല്ലേ, അതിലൂടെ ഉണ്ടായേക്കാവുന്ന ആ ശിക്ഷയെ പോലും ഇല്ലാതാക്കുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യം എത്ര വലുതാണ്. നന്മ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഒരാൾ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ റബ്ബിലേക്ക് അവൻ കൂടുതൽ അടുക്കുന്ന പറയുന്നത്. അള്ളാഹു അക്ബറിലെ ഒരു തിന്മ പോലും നമുക്ക് നന്മയിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമാക്കി തരികയാണ്. അള്ളാഹു അക്ബർ, എത്ര വലുതന്നെ അള്ളാഹിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളില്ലേ ഏതെങ്കിലും ഒരു തെറ്റിന് മാത്രം തൗബ ചെയ്താൽ ആ തെറ്റ് മാത്രമേ പുറത്തു കിട്ടൂ. നമ്മളെല്ലാ തെറ്റുകൾക്കും തൗബ ചെയ്യണം. നമ്മളിൽ വന്നു പോകുന്ന എല്ലാ തിന്മകൾക്കും നമ്മൾ തൗബ ചെയ്യണം അല്ലേ. നിഷ്കളങ്കമായ പശ്ചാത്താപം നമ്മൾ ചെയ്യണം. കാരണം നമുക്ക് എന്ത് വേണം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനം നമുക്ക് വേണം. എന്നിട്ട് അത് മാത്രമല്ല, നമുക്ക് എന്ത് കൂടി കിട്ടണം, അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം അല്ലേ. ശരിക്കും ഈ തൗബത്തൻ നസൂഹ എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട് അറിയോ, ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയുന്നു, നീ തിന്മയെ എപ്രകാരം നീ ഇഷ്ടപ്പെട്ടിരുന്നുവോ അതുപോലെ അതിനെ വെറുക്കണം. എന്നിട്ടോ
അതിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ആര് അക്രമം ചെയ്തു പോയതിനു ശേഷം അല്ലേ ഖേദം വരികയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും അവന്റെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്താൽ, അവിടെ ഈ തൗബയുടെ വിഷയങ്ങൾ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട്. അസ്ലഹ, നന്നാക്കുക എന്നുള്ളത്. അതായത് നമ്മൾ തിന്മകൾക്ക് പകരം നമ്മൾ ആ സ്ഥാനത്തേക്ക് എന്ത് കൊണ്ടുവരണം? കുറേ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഒരുപാട് നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം നമ്മൾ അധികരിപ്പിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ധാരാളമായി ദിക്ർ എടുത്തുകൊണ്ട്, നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒരുപാട് ഒരുപാട് അമൽ സാലിഹത്തുകൾ കൊണ്ടുവന്നിട്ട് ആ തിന്മകളെ പാടെ മായ്ച്ച് അതിൻ്റെ സ്ഥാനത്ത് ഒരുപാട് നന്മകൾ ഇങ്ങനെ കുന്നുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം, റബ്ബിലേക്ക് ഏറ്റവും അടുത്തൊരു അടിമയായിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു ദാസൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോഴെല്ലാം അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കുന്നു എന്നാ പറഞ്ഞത് അല്ലെ. ഒരു മരുഭൂമിയിൽ ഒട്ടകവും ഭക്ഷണ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരാളുടെ ഒരു കഥ പറയുന്നുണ്ടല്ലോ അല്ലെ. അതുപോലെ അത് തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം എത്രയാ. അതുപോലെ അള്ളാഹു തആല ഒരാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സന്തോഷിക്കുന്നു എന്നാ പറഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട്, അതിമഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ഒരുപാട് അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തുതരാനുള്ളത്? ആരാ പാപങ്ങൾ പുറത്തുതരാനുള്ളത്? അള്ളാഹു അല്ലാതെ വേറെ ആരാ പുറത്തുതരാനുള്ളത് അല്ലേ? ആ റബ്ബിലേക്ക് നമ്മളെ ഖേദിച്ച് മടങ്ങണം. നമ്മളൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. നമ്മളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പം തൗബ ചെയ്യുമ്പോൾ അള്ളാഹു തെറ്റുകൾ നമ്മളെ പുറത്തു തരുന്നു മാത്രമല്ല, നമ്മളെ തിന്മകൾ അള്ളാഹു തആല നന്മകളാക്കി മാറ്റിത്തരും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അതെത്ര വലിയ അനുഗ്രഹമാണില്ലേ. സൂറത്തുൽ ഫുർഖാൻ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരാളുടെ ഒരു ചരിത്രം മുമ്പ് നസീർ ഒരു കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു മനുഷ്യന്റെ, അയാൾക്ക് ഈ ആയത്ത് ഓതാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു ചരിത്രം ഓർക്കുന്നുണ്ടോ? ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ല്ലേ? പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അവർക്ക് അല്ലാഹു തആല അവരുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നു പറയുന്നത്. അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര വലിയ അനുഗ്രഹാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് അതല്ല പുറത്തു തന്ന്, അതല്ല മായ്ച്ചു തന്ന്, അതന്നെ വലിയ അനുഗ്രഹം, കാരുണ്യ. എന്നിട്ട് അതിനപ്പുറം എന്താ ചെയ്യുന്നത്? ആ തിന്മ പകരം അതിനൊരു നന്മയാക്കി തരുന്നല്ല. സുബ്ഹാനല്ലാഹ്, തിന്മകളെല്ലാം നന്മകളാക്കി മാറ്റുന്ന യാ അർഹമുർ റഹീമീൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണല്ലേ. ഇത്രയും അവസരങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മൾ തെറ്റുകാരരായിട്ട് റബ്ബിന്റെ മുമ്പിൽ എത്താന്ന് പറയുമ്പോൾ എത്ര വലിയ നഷ്ടായിരിക്കും. അള്ളാഹു നമ്മളെല്ലാരും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. തിന്മകളെ നന്മകളാക്കി മാറ്റും അള്ളാന്റെ ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അള്ളാഹ് തൗബ ചെയ്യുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പറഞ്ഞെ. ഒരുപാട് കാര്യങ്ങൾ ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു തആല പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആ പറഞ്ഞ ഗുണങ്ങളൊക്കെ അല്ലേ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ. അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ഒരു ആയത്തും കൂടി ഞാൻ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ
പിന്നെ അതെടുക്കാനുള്ള സമയമില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല. വമൻ യഖ്നുത് മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ല ദ്ദാലൂൻ എന്നാ പറഞ്ഞത്. വഴി പിഴച്ചവരല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ആരാണ് നിരാശരാവുക? അപ്പം നമ്മൾ ഒരിക്കലും വഴിപിഴച്ചവർ വാല്യങ്ങളിൽ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. നമുക്ക് എപ്പോഴും അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ, അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആ ഒരു 99 ആളെ പിന്നെ കൊന്ന ആ ഒരു ചരിത്ര സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും ഓർക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ പരസ്പരം അവർ മത്സരിക്കുകയും ചെയ്തത് ഇല്ലേ? ശിക്ഷയുടെ മലക്കുകളും കാരുണ്യത്തിന്റെ മലക്കുകളും തമ്മിൽ തർക്കിച്ച് ആ മനുഷ്യൻ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി ആ അടുത്തേക്ക് നടന്ന ആ ദൂരം അളന്നിട്ട് അവരെ സ്വർഗത്തിന്റെ മലക്കുകൾ, കാരുണ്യത്തിന്റെ മലക്കുകൾ അയാളെ കൊണ്ടുപോവുകയും ചെയ്തത് ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ആ ഒരു അളന്ന സംഭവമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. തൗബയില്ലാത്തൊരു പാപവുമില്ല. മുഴുവൻ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരും. ഷിർക്ക് ചെയ്തവർക്ക് അള്ളാഹു തആല പുറത്തു തരും. തൗബ ചെയ്താൽ ഷിർക്ക് തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു തരും. തൗബ ചെയ്തില്ലെങ്കിൽ മാത്രമേ അവന് കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. ഷിർക്ക് നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ ഏത് തെറ്റും എത്ര വലിയ പാപമായാലും അള്ളാഹു തആല തീർച്ചയായും അത് പുറത്തു തരും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നമ്മൾ ഓരോരുത്തരും മത്സരിച്ച് മുന്നേറാനാണ് അള്ളാഹു തആല പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴമെടുക്കും അല്ലേ? നമ്മളൊരു മുഴമെടുക്കുമ്പോൾ ഒരു മാറെടുക്കും. നടന്നെടുക്കുമ്പോൾ അള്ളാഹു ഓടിയെടുക്കും. അങ്ങനെ അള്ളാഹു തആലനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പാപങ്ങള് നമ്മൾ പരമാവധി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൂർണ്ണമായും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പിന്നെ ചെറിയ ചെറിയ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ നമ്മൾ നിസ്കാരം കൊണ്ടും wudu കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടൊക്കെ അല്ലാഹു തആല അത് പുറത്തു തരും. വലിയ പാപങ്ങൾ വരുമ്പോഴാണ് ശരിക്കും കാര്യമായ തൗബകൾ വേണ്ടു. എന്നാലും നമ്മൾ എന്താക്കണം, ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും തൗബ ചെയ്യുന്ന ഒരു അടിമയായി നമ്മൾ മാറണം. നമ്മൾ ചെയ്യാതെ ഉപേക്ഷ വരുത്തിയ നന്മകൾക്ക് പോലും തൗബ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനെയുള്ള നല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പിന്നെ സഹാബാക്കളുടെ കാലത്ത് അവര് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ കൺപീലി ഉണ്ടാവൂലേ, കൺപീലി, കണ്ണിന്റെ പീലി, അത് വളരെ ചെറുതല്ലേ, അത്രയും ചെറിയ തെറ്റുകൾ പോലും അവർ വൻ പാപങ്ങളായിട്ടാണ് അവർ കണ്ടിരുന്നത് എന്ന് പറയുന്നു. കൺപീലി എന്ന് പറയുന്നത് നമുക്കറിയാലേ, അത് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു സംഭവമാണ്. അത് അവർ അത്രയും ചെറിയ തെറ്റുകൾ പോലും വൻ പാപങ്ങളായിട്ട് എണ്ണിയിരുന്നു. അതെന്തിനാ? തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മള് പിന്നെ നമ്മൾക്ക് ഒരു തിന്മ പോലും നിസ്സാരമായി തോന്നാൻ പാടില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചെറുതല്ലേ 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 എന്ന് വിചാരിച്ച് നിസ്സാരമാകുമ്പോൾ അത് കുറേ ചെറുത് കൂടുമ്പോൾ എന്താകും? അത് വലുതാകും. പിന്നെ ഹൃദയത്തിൽ കറുപ്പ് വരും. കറുത്ത ഹൃദയമായി മാറുന്നൊരവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അതുകൊണ്ട് ഹിദായത്തിൻ്റെ, ഈമാനിൻ്റെ വെളിച്ചം പിന്നെ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോരുത്തരും തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ മാധുര്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അതിൻ്റെ രുചി അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഈ ഖുർആനിൻ്റെ മാധുര്യം എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്ക് വേണ്ടത്ര അതിനെക്കുറിച്ചൊന്നും ഒരു ആസ്വാദനം കിട്ടുന്നില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പിന്നെ തൗബ അല്ലെ, ശരിക്കും തെറ്റ് സംഭവിച്ചിട്ട് തൗബ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ആസ്വാദനവും ആനന്ദവും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അള്ളാഹുവിലേക്കുള്ള ഒരു മടക്കം, അതാണല്ലോ തൗബ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കുള്ള ഒരു മടക്കം, തിന്മകളെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ
മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുന്ന അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ആയത്തുകളിലേക്ക് ഒന്നും കൂടി നമുക്ക് പോകാം, എന്നിട്ട് നമുക്ക് നിർത്ത സമയം ഏകദേശം അല്ലെ. ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം സുമ്മ ഇസ്ദാദൂ കുഫ്റൻ ലൻ തുഖ്ബല തൗബതുഹും വഉലൈക ഹുമുദ് ളാലിലൂൻ. നിശ്ചയമായും വിശ്വസിച്ചതിന് ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം വർദ്ധിച്ചു വരികയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കൂല, അവർ വഴിപിഴച്ചവരാണ്. അതുപോലെ തന്നെ ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി ഉലൈക ലഹും അദാബുൻ അലീം വമാ ലഹും മിൻ നാസിരീൻ. അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്, അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുന്നതുമല്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു തആല ഈമാൻ തന്നിട്ടുണ്ടെങ്കിൽ, ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ, തഖ്വ തന്നിട്ടുണ്ടെങ്കിൽ, ഇൽമ് അല്ലെ അറിവ് തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവേ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്കത് നിലനിർത്തി തരണേ. അള്ളാഹുവേ ഹിദായത്തിന് ശേഷം ഞങ്ങളെ വഴിപിഴവിലാക്കല്ലേ റഹ്മാനെ. നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള നല്ല ഈമാൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ നിന്റെ ദീനിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ തിന്മകളിലേക്ക് നയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അള്ളാഹുവേ. ഏറ്റവും നല്ല മാർഗത്തിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കാനും ആ തെറ്റുകളെ തിന്മകളിൽ നിന്നും വിട്ടകന്നു നിൽക്കാനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്ന യഥാർത്ഥ തൗവാബീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ സാഹചര്യം കൊണ്ടും ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചു പോയവരാണ് അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തിന്മകളെ നീ നന്മകളാക്കി മാറ്റിത്തരണേ അല്ലാഹുവേ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹമുറാഹിമീനായ അള്ളാഹുവേ നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല തൗഫീഖ് നാദാ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാനിനെ വരവേൽക്കാൻ ഞങ്ങളെ ഹൃദയങ്ങൾ ഇങ്ങനെ കൊതിക്കുന്ന അല്ലാഹുവേ. ഞങ്ങൾക്ക് ധാരാളമായ അമൽ സാലിഹാത്തുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നാദാ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏത് സൽക്കർമ്മവും അതിൻ്റെ ശ്രേഷ്ഠതയിലെത്തുന്നത് അതിൽ ധാരാളമായി അല്ലാഹുവേ നിന്നെ ഓർക്കുമ്പോഴാണ്. നിന്നെ ദിക്ർ നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളും കടന്നു പോകാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളിലും ധാരാളമായി നിന്നെ ദിക്ർ ചെയ്തുകൊണ്ട് മുഴുവൻ സമയത്തും നിന്നെ ദിക്ർ ചെയ്തുകൊണ്ട് അമലി സ്വാലിഹാത്തുകൾ ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ സദാ വർഷിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തെ തൊട്ട് ഞങ്ങളെ നീ അകറ്റല്ലേ റഹ്മാനെ. എല്ലാ സെക്കൻഡുകളും ഞങ്ങൾക്ക് വിലപിടിപ്പുള്ളതാണ് അല്ലാഹുവേ. നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ ഓർമ്മയിലായി കഴിയാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരം, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ മറ്റെല്ലാ ഇബാദത്തുകൾ എല്ലാ സമയത്തും അല്ലാഹുവേ പൂർണ്ണമായും നിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. എല്ലാ പൈശാചികതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. പിശാചിന്റെ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വരും തലമുറകളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകൾ നാദാ റഹ്മത്തിന്റെ മലായിക്കത്തുകളെ നിറഞ്ഞു കവിയുന്ന നല്ല വീടുകളാക്കി തരണേ അല്ലാഹുവേ. പിശാചുകൾക്ക് കയറി കൂടാൻ അവസരം ഒരുക്കാത്ത നല്ല വീടുകളാക്കി ഞങ്ങളുടെ വീടുകളെ നീ മാറ്റിത്തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ വീടുകളിൽ നീ മാനികമായ നല്ല അന്തരീക്ഷം നിലനിർത്തി തരണേ അല്ലാഹുവേ.
റമളാനിന്റെ ഓരോ ദിവസങ്ങളും റബ്ബേ ധാരാളമായ ഖുർആനിന്റെ പാരായണങ്ങൾ കൊണ്ട് സജീവമാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. ധാരാളമായി നമസ്കരിക്കാനും ധാരാളമായി സദഖ ചെയ്യാനും ധാരാളമായി ഇബാദത്തുകൾ നിനക്ക് ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. ഒരുപാട് പേര് രോഗികളായി പ്രയാസപ്പെടുന്നു അല്ലാഹുവേ. അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ അല്ലാഹ്. വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. ആ വേദനകൾക്കൊക്കെ നീ ആശ്വാസം നൽകണേ അല്ലാഹുവേ. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹുവേ. ഒരു സഹോദരി പ്രത്യേകം ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാഹുവേ. അവർ കടം കൊണ്ട് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നു അല്ലാഹുവേ. അവരുടെ ആ കടബാധ്യതകൾ തീരാനുള്ള എന്തെങ്കിലും ഒരു അവസരം നീ അവർക്ക് മുമ്പിൽ നീ തുറന്നു കൊടുക്കുക റഹ്മാനെ. എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പല ആവശ്യങ്ങൾ കൊണ്ടും ദുആ വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നമ്മൾ മക്കളെ തന്ന മാതാപിതാക്കൾക്ക് അല്ലാഹുവേ ആ മക്കളെല്ലാം നീ കൺകുളിർമയുള്ള ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ അല്ലാഹുവേ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കളുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെയും നീ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. കുടുംബജീവിതത്തിൽ അല്ലാഹുവേ എല്ലാവർക്കും നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നീ ഹൈർ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ജീവിതത്തിൽ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് മുമ്പേ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ. ഞങ്ങളുടെ ഈ സൽക്കർമ്മങ്ങളുടെ എല്ലാം ഒരു ഓഹരി നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവർക്ക് ഇന്ന് അമലുകൾ ചെയ്യാനുള്ള അവസരമില്ല അല്ലാഹുവേ. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവർക്ക് അപകടം കിടക്കുന്ന അല്ലാഹുവേ നരകമോചനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നീ അവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ദിവസവും സ്വർഗം കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. നരകത്തിന് കാരണമാകുന്ന എന്തെങ്കിലും പാപങ്ങൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നല്ല മരണം നൽകി ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല ഈമാനുള്ള മരണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായ നിലയിൽ നല്ല ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന വിളി കേട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.